ഞങ്ങൾക്ക് കുറെ കൂലി ഉണ്ടാക്കി തരാം. ഇങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ പൈസയും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി ഇപ്പൊ വാങ്ങിത്തരാം. അതിന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, എന്നാലേ വാങ്ങിത്തരാൻ കഴിയുള്ളൂ. ഒരു പൈസക്കും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി ഇപ്പൊ വാങ്ങിത്തരും എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും, സ്റ്റേജിലിരിക്കുന്നവർക്കും സാഹസിലിരിക്കുന്നവർക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്കും എല്ലാവർക്കും വാങ്ങിത്തരാം ഒരു ഹജ്ജിന്റെ കൂലി ഇപ്പൊ. ഒറ്റ പൈസക്കും ചെലവില്ല. ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മയുടെ കൂലി കിട്ടുമെന്ന് ഹദീസിലുണ്ട്. ഒരു നല്ല കാര്യം ഒരാൾ വിചാരിച്ചു, അപ്പൊ തന്നെ ഓന്റെ ഏടില് ആ നന്മന്റെ കൂലി എഴുതും. പിന്നെ ഓനത് ചെയ്തില്ലെങ്കിൽ എഴുതിയ കൂലി വെട്ടൂല. ചെയ്താൽ 10 കൂലി വേറെയും എഴുതുകയാണ് ചെയ്യുക. അപ്പൊ 11 കൂലി ഉണ്ടാവും. അങ്ങനെയാണ്. ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ എഴുതൂല. ഒരാൾ കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചു, എന്നാ ഓന്റെ ഏടില് കള്ളുടിയുടെ ശിക്ഷ എഴുതൂല. കുടിച്ചാൽ ഒരു കള്ളുടിയുടെ ശിക്ഷയാണ് എഴുതുക, 10 എഴുതൂല. ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മ ചെയ്തതിന്റെ കൂലി എഴുതും. നന്മ ചെയ്താലോ 10 നന്മയുടെ കൂലി വേറെയും എഴുതും. അപ്പൊ ഒറ്റ പൈസക്കും ചെലവില്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരു ഹജ്ജ് ചെയ്ത കൂലി ഇപ്പൊ കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോണം എന്ന് മനസ്സിലാണ് കരുതിക്കോളി. അല്ലല്ലേ കൊണ്ടോണ, ഓൻ കൊണ്ടുപോയാ പിന്നെ പോവാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. അല്ല കൊണ്ടാവാൻ തീരുമാനിച്ച പിന്നെ ഇജ്ജ് കൊണ്ടായാലും ഞാൻ പോരൂല അങ്ങനെ പറയേണ്ട ആവശ്യം ഇപ്പൊ എന്താ? അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു ഹജ്ജിന് പോണെന്ന് മനസ്സിലാണ്ട് വിചാരിച്ചാലേ ഒരു ഹജ്ജിന്റെ കൂലി അപ്പ എഴുതും ഏടില് പോയില്ലാന്ന് കരുതിയിട്ട് വെട്ടൂല. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഹജ്ജിന്റെ കൂലിയും കൂടി വാങ്ങിത്തരാം. അതെങ്ങനെയാണെന്നറിയാം നിങ്ങള്? അടുത്ത കൊല്ലം ഹജ്ജിന് അപേക്ഷ കൊടുക്കാനുള്ള സമയം വരുമ്പോ അപേക്ഷ കൊടുക്കാനുള്ള 600 റുപ്യ ഉണ്ടെങ്കിൽ അതാണ് വെച്ചുങ്ങാണ്ട് ഒരു അപേക്ഷ കൊടുക്കുക. പോകല് കിട്ടിയിട്ട് വേണ്ട, അപ്പൊ കായുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. അല്ല, അപേക്ഷ കൊടുക്കാൻ 600 റുപ്യ വേണ്ടുള്ളൂ. അത് വെച്ചുങ്ങാണ്ട് അപേക്ഷ കൊടുക്കുക. കിട്ടുമ്പോ കായില്ലെങ്കിൽ ഇന്റത് കായില്ല എന്ന് പറയണം. അല്ല അപ്പൊ എന്താ? അല്ല, കായുണ്ടെങ്കിൽ പോവും ചെയ്യാലോ. അപേക്ഷ കൊടുക്കാനുള്ള കായുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കുക. ആഗ്രഹിക്കാൻ ഏതായാലും ഒറ്റ പൈസയും വേണ്ട, അത് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റും. ഒന്നാണ്ട് ആഗ്രഹിച്ചാളി, എല്ലാരും കൊണ്ട് ആഗ്രഹിച്ചാളി, ഒരു ഹജ്ജിന്റെ കൂലിയാണ് കിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷിച്ചാല് വലിയ ആബിദീങ്ങളാവാം, വലിയ ഇബാദത്തുള്ള ആൾക്കാരായി മാറാൻ പറ്റും. അതുകൊണ്ട് ചെറിയ വിഷയങ്ങളിൽ നമ്മളെല്ലാവരും സൂക്ഷ്മത പാലിക്കുക. നീയത്തുകളും മനസ്സും ഒക്കെ ശരിയാക്കിയിട്ട് വലിയ വലിയ കൂലി വാങ്ങാം തന്നെ. ഞാൻ ആദ്യേ പറഞ്ഞ ഒരു കാര്യം, നല്ലോണം ദ്വാരക്കുക. ദുആയാണ് വിഷയങ്ങളിലേക്ക് നമ്മൾ അടുപ്പിക്കുക. ദുആയാണ് എല്ലാ വിഷയങ്ങളിലേക്കും അടുപ്പിക്കും. ദുആഉ അശ്രിൻ ലം യുറദ്ദ റബ്ബുനാ വഉദ്ദ ഊലാ ലിമൻ ഫീ ദീനിനാ വസാനി മൻ യതഅല്ലമുൽ ഇൽമാ സാലിസുഹാ മൻ ഹസുന ഖുലുഖുഹു അഖീ وأدخل لي رابعا أيتاما سحميسها المارض قم مهتمما. 10 ആൾക്കാരെ ദുആക്ക് ഉടനെ ഇജാബത്ത് കിട്ടുന്നതാണ്. 10 ആളുകളുടെ ദുആക്ക് ഉടനെ ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിലെ ദുആക്ക് വേഗത്തിൽ പെട്ടെന്ന് ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിൽ ദുആക്ക് വേഗ ഇജാബത്ത് ഉണ്ടാവും. 10 ആൾക്കാരുടെ ദുആക്ക് വേഗ ഇജാബത്ത് ഉണ്ടാവും. ഒന്നാമത്തത് ആലിമിന്റെ ദുആക്ക് ഉണ്ടാവും. 3 ഞാൻ പറയണത് കേട്ടോ, മൊത്തം വിശദീകരിക്കണില്ല. ഒന്നാമത്തത് ആലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. രണ്ടാമത്തേത് മുതഅല്ലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. മൂന്നാമത്തേത് സൽസ്വഭാവിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. മൂന്നാമത്തെ പറയാനാണ് ഞാൻ ആ വിഷയങ്ങളോട് പറഞ്ഞത്.
വലൈക്കും സലാം. ഇങ്ങോട്ട് നോക്കി എല്ലാരും. ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ ആതശ് യൗമാ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ഓർക്കെ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇൻദാഅയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിയ്യത്തുകളെ കൊണ്ട് ഇബാദത്താക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മൂന്നാമത്തത് പറയാനാണ് പറഞ്ഞത്. ഒന്ന് ആലിമാണ്, രണ്ട് മുതഅല്ലിമാണ്, മൂന്ന് സൽസ്വഭാവികളുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ആരാണ് ഈ സൽസ്വഭാവി എന്ന് പറഞ്ഞാൽ? ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലെ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ വന്നു. കർഷകനായ ഒരാള്, ആടിനെ നോക്കുന്ന ആള്, മാടുകളെ നോക്കുന്ന, ഒട്ടകത്തെ നോക്കുന്ന ഒരു സഹാബി വര്യൻ വന്നു. കുറേ സമയം സദസ്സിലിരുന്നതിന് ശേഷം പോകാൻ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഇസ്ലാം ദീന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. എന്താണ് ഇസ്ലാം ദീൻ എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി എന്ന് പറഞ്ഞു. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂപ്പര് ഉദ്ദേശം മറുപടി അതായിരുന്നില്ല. മൂപ്പര് ഉദ്ദേശിച്ചത് കുറച്ച് വിശദമായി നാട്ടിൽ പോയി ഇസ്ലാം ദീൻ എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ മറുപടി ഒറ്റ വാക്കിൽ ഒതുങ്ങി. അപ്പൊ മൂപ്പര് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് രണ്ടാമത് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. രണ്ടാം പോയിന്റ് ചോദിച്ചു. പുണ്യനബി പഴയ മറുപടി തന്നെ ആവർത്തിച്ചു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. മൂപ്പര് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. മൂന്നാം പ്രാവശ്യവും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂന്നാമതും അങ്ങനെ തന്നെ മറുപടി പറഞ്ഞപ്പോൾ മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചു. ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി എന്ന് ചോദിച്ചു. സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു തിരിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഗ്ലബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു സൽസ്വഭാവം എന്ന് പറഞ്ഞു.
ശരിക്ക് സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാൻ കഴിയില്ല. എന്നാ പിന്നെ സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാൻ പറ്റുന്നത് ഈ ഹദീസിലാണ്. നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാണ് സൽസ്വഭാവം. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ സൽസ്വഭാവികളാണോ എന്ന് ആലോചിക്കുക. ദേഷ്യം വരുന്നുണ്ടോ? നമ്മൾ സൽസ്വഭാവികളല്ല. ഈറ പിടിച്ചിട്ട് ആൾക്കാരെ മേക്കെട്ട് അരിയിട്ട് അവസാനം പ്രഷറിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെയാണ്. ദേഷ്യം വന്നിട്ട് ആൾക്കാരോട് തൊള്ളേ തോണിയൊക്കെയാണ് പറയും. എന്നിട്ട് പറയും എന്ത്, അത് ഞാൻ പ്രഷർ കയറിയപ്പോ പറഞ്ഞതാണ് എന്ന് പറയും. പ്രഷർ കയറിയാൽ ആൾക്കാരെ മേലക്ക് കയറും, മേക്കെട്ട് കയറും എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ന്യായമല്ല ശരിക്കും. സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാമെങ്കിൽ അത് ഒതുക്കാവുന്നത് ദേഷ്യപ്പെടാതിരിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ എന്തു വേണം? ഈറ പിടിച്ചാത്ത ഒരാളെ കണ്ടാല് അയാളോട് ദ്വാരക്കാൻ പറയാം. അയാൾ ദ്വാക്കി, അതാണ് സൽസ്വഭാവി അറിഞ്ഞാല്. ദേഷ്യം വരാത്ത ഒരാളെ കണ്ടു എന്ന് വിചാരിക്കാം. ഒരു ദേഷ്യം പിടിക്കാത്ത ആള്, ഈറ വരാത്ത ഒരാള്, സൽസ്വഭാവത്തിന്റെ അടയാളമാണത്. അയാളെ കണ്ടാല് അയാളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുക. സൽസ്വഭാവിയുടെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിലെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ടെന്നാണ്. 10 സന്ദർഭങ്ങളിലെ ദുആ. അതിലൊന്ന് മഴ പെയ്യുന്ന സമയത്തുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. ഹജ്ജിന്റെ വേളയിലുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. രോഗിയായി കിടക്കുമ്പോഴുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. നിസ്കാര ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. ദാനധർമ്മങ്ങൾക്ക് ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. ഖുർആൻ ഓതിയതിന്റെ ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിലെ ദുആക്ക് പ്രധാനപ്പെട്ട ഇജാബത്തുള്ളതിലെ ഒരു സന്ദർഭം മഴ പെയ്യുന്ന സമയമാണ്. അവ മഴ പെയ്യുമ്പോ നമ്മൾ നല്ലോണം ദ്വാരക്കണം. ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട്. ഖതീബ് 1-ാം ഖുതുബ കഴിഞ്ഞ് 2-ാം ഖുതുബയിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ ഇടയിലുള്ള സമയം. മിമ്പറിൽ ഖതീബ് ഖുതുബ ഓതാൻ വേണ്ടി കയറിയിട്ട് ഒരു ഖുതുബ കഴിയും, 1-ാമത്തെ ഖുതുബ. അങ്ങനെ ഒരു ചെറിയ ദുആയൊക്കെ നടത്തിയിട്ട് കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് ഓതും. വൽ ഫജ്രി വലയാലിൻ നശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ ബാറക്കല്ലാഹു ലനാ വലക്കും ബിൽ ഖുർആനിൽ അദീം എന്നൊക്കെ പറഞ്ഞിട്ട് ദ്വാരക്കും. എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കും. ആ ഇരിക്കുമ്പോ ഖതീബിന് സുന്നത്തുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് ഓതലാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതലാണ്. എന്നാൽ താഴെ ഇരിക്കുന്ന മഅ്മൂമീങ്ങൾക്ക് അത് ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രധാനപ്പെട്ട സമയമാണ്. പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം, ഉദാഹരണമായിട്ട് കുറച്ച് കടം വീടാണ്ട്, അല്ലെങ്കിൽ കുട്ടീൻ്റെ കല്യാണം ശരിയാക്കാണ്ട്, 5-6 വെള്ളിയാഴ്ച ഈ സമയം സൂക്ഷിച്ച് ദോരം നോക്കി സംഗതി ക്ലിയറാവും. ഖതീബ് മിമ്പറിൽ ഇരിക്കുന്ന സമയം, 2 ഖുതുബന്റെ ഇടയിൽ ദുആയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹംദാണ്. അപ്പോൾ ഒരു അൽഹംദുലില്ലാ എന്ന് പറയാം. ദുആയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്വലാത്താണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നും പറയാം. എന്നിട്ട് ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല, നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി ദ്വാരക്കുക. പടച്ചോനെ എൻ്റെ കടം വീട്ടി സലാമത്താക്കി തരണേ. ഒന്നുമില്ലെങ്കിൽ എല്ലാ ദുആയും ഉൾക്കൊള്ളുന്ന ഒരു ദുആയുണ്ട്, അത് ദ്വാരക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുആക്ക് വളരെ പ്രധാനപ്പെട്ട, ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാകുന്നു അത്. ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ സൂക്ഷിക്കുക. ദുആക്ക് ഇജാബത്തുള്ള ആളുകളെ കണ്ടാൽ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറയുക. അവരോട് പ്രത്യേകമായി നമ്മൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക.
സാലിഹ്യങ്ങളായ ആൾക്കാരെ കാണുമ്പോൾ, സൽസ്വഭാവമുള്ള ആളുകളെ കാണുമ്പോൾ, യതീമിനെ കാണുമ്പോൾ യതീമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. ആലിമീങ്ങളെ കാണുമ്പോ, മുതഅല്ലിമീങ്ങളെ കാണുമ്പോ ഇങ്ങനെ നമ്മൾ നല്ലോണം ദുആ ചെയ്യുന്നവരാകുക. സ്വകാര്യതയിലുള്ള ദുആ, അത്താഴ സമയത്തുള്ള ദുആ, തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റുകൊണ്ടുള്ള ദുആ, സുബ്ഹിന്റെ മുമ്പുള്ള ദുആ, ഇങ്ങനെ എല്ലാ സമയത്തും ഉത്തരം കിട്ടുന്ന എല്ലാ സമയത്തും ദ്വാരക്കുക. ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാം, വലിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാം. മലയാളത്തിൽ ദ്വാരക്കാം. അറബിയിൽ ദ്വാരക്കുമ്പോ ഏറ്റവും നല്ലത് ആരെങ്കിലും ഒക്കെ ദുആ ചെയ്ത ദുആ അതേമാതിരി ദ്വാരക്കലാണ്. ആയത്തിൽ പറഞ്ഞ ദുആ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ ദുആ അതുപോലെ ദുആ ചെയ്യലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാല് ദുആയിൽ കുറെ മര്യാദക്കേട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ്. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് ഒരു സംസാരം നടത്തുമ്പോ അതിലൊരുപാട് മര്യാദ സൂക്ഷിക്കണം. നമ്മൾ സാധാരണ ഒരു മുതലാളിനോട് വർത്താനം പറയുമ്പോ തന്നെ കുറെ ശ്രദ്ധിച്ചാലുള്ള പറയാം. അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട്, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട്, അല്ലെങ്കിൽ ഒരു ജില്ലാ കലക്ടറോട് നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ അതിന്റെ കുറെ മര്യാദകൾ പാലിച്ചാണ് സംസാരിക്കുക. ഇത് രാജാക്കന്മാരുടെ രാജാക്കായ മലിക്കുൽ മുലൂക്കായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ് പറഞ്ഞത്. അതുകൊണ്ട് പറയണതിന്റെ മര്യാദ പാലിക്കണം എന്നാണ്. അദബുകൾ പാലിക്കണം. അദബ് പാലിക്കാൻ കഴിയണമെങ്കിൽ അദബ് പാലിച്ച് പറഞ്ഞ ആരുടെയെങ്കിലും ദുആ അതേമാതിരി എടുക്കലാണ് ഏറ്റവും നല്ലത്. ഹദീസിൽ വന്ന ദുആ, ആയത്തിൽ വന്ന ദുആ, അമ്പിയാക്കൾ ദുആ ചെയ്ത ദുആ, ഇങ്ങനെയുള്ള ദുആകൾ എടുത്തിട്ട് ദ്വാരക്കുക. അതാണ് ഏറ്റവും നല്ലത്. അറബിയിലാവുമ്പോൾ. മലയാളത്തിലാവുമ്പോഴും സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. മര്യാദക്കേടുള്ള ദുആ ദ്വാരക്കാൻ പാടില്ല. നാലും പഠിച്ചോലെ ജിന്നെങ്ങനെ ആക്കി തീർത്തില്ലേന്നും ദ്വാരക്കാൻ പാടില്ല. നമ്മളങ്ങനെയൊക്കെ എന്ത് കാര്യം ചെയ്തിട്ടാണ് റബ്ബേ എന്നോട് ഇത്രയും കടുപ്പം കാട്ടുന്നത് പഠിച്ചോനെ, അങ്ങനെ ദ്വാരക്കാൻ പാടില്ല. ഞമ്മക്ക് നിഅമത്തുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് മനസ്സിലാകൂല. എന്നാൽ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് വേഗം മനസ്സിലാവും. ഇപ്പോ നമ്മളെ വീട്ടില് മജ്ലിസുന്നൂർക്ക് ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മളെ വീട്ടില് ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ട്. പേരക്കുട്ടി വിരുന്ന് വന്ന് നമ്മളെ പെരേക്ക് പെരുന്നാളായിട്ട്. അപ്പൊ വിരുന്ന് വന്നപ്പോ ബസ്സിലൊക്കെ കയറിയിട്ട് വൈക്കുന്ന കുറെ ആൾക്കാരൊക്കെ കണ്ടുകാണ്ട് എന്തൊക്കെയാന്നറിയില്ല വീട്ടിൽ വന്നു നോക്കുമ്പോ നന്നായി പനിക്കണുണ്ട്, കുട്ടിക്ക് ചെറുതായിട്ടൊരു ഛർദിയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം. എന്നാ നമ്മള് വേഗം ഒരു 10 ഉറുപ്പ്യ എടുത്തിട്ട് ഒരു ഫാത്തിഹയൊക്കെ ഓതി, ആയത്തിനെ കുറിച്ച് ഓതിയിട്ട് കുട്ടിന്റെ തലയൊക്കെ ഉയിഞ്ഞങ്ങാണ്ട് ബദരീങ്ങളുടെ നീർച്ചപ്പെട്ടിയിലിടും. എന്നാല് പേരക്കുട്ടി വന്നപ്പോ പനി ഉണ്ടായില്ല, വയറ്റു നോക്കില്ല, ഛർദില്ല, ആ 10 ഉറുപ്പ്യ ഇടൂല്ല. ഇതാണ് വ്യത്യാസം. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും, സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരൂല. ഒരു കാറ് വാങ്ങി നമ്മൾ എന്ന് വിചാരിക്കാം. അങ്ങനെ കാർ ഇങ്ങനെ പോകുമ്പോ എവിടെയെങ്കിലും ഒന്ന് തട്ടി, എന്നാ തട്ടിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവും, തട്ടിയ സ്ഥലം ഓർമ്മ ഉണ്ടാവും, തട്ടിയ സമയം ഓർമ്മ ഉണ്ടാവും. അപ്പൊ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ഓർമ്മ ഉണ്ടാവും. കാറ് വാങ്ങിയത് ഓർമ്മ ഉണ്ടാവില്ല. കാറ് വാങ്ങാൻ പോയപ്പോ ആരേ ഉണ്ടായിരുന്നത്, ഇളയമുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്നാ കാറ് തട്ടിയപ്പോ ആരുണ്ടായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവും. എന്താ കാര്യം? പ്രയാസങ്ങൾ നമ്മൾ വേഗം അള്ളാഹുവിലേക്ക് ചേർക്കും, നിഅമത്തുകൾ അള്ളാഹുവിലേക്ക് ചേർക്കൂല. മൈഗ്രെയിൻ തലവേദന ഉണ്ടായി. ഇപ്പൊ ഈ ക്ലാസ്സിനൊക്കെ വന്നുങ്ങാണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് മൈക്കന്റെ ശബ്ദമൊക്കെ കേട്ടുങ്ങാണ്ട് ചെന്നപ്പോ മൈഗ്രെയിൻ ഉണ്ടായി, തലവേദന. 15 മിനിറ്റ്
ഭയങ്കര വേദന. അല്ലോ എപ്പ നോക്കിയാലും തലവേദന എന്ന് പറയും. സംഗതി 23.25 മണിക്കൂർ തലവേദന ഇല്ലാത്തത് അപ്പുറത്തുണ്ട്. കാമണിക്കൂറാണ് അല്ലെങ്കിൽ അരമണിക്കൂറാണ് തലവേദന ഉണ്ടായത്. തലവേദന ഇല്ലാത്ത 23.5 മണിക്കൂറിനെ അരമണിക്കൂർ തലവേദന ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ മറക്കും. നിഅമത്തുകളെ ഓർക്കാറില്ല, നിഖമത്തുകളെയാണ് ഓർക്കാറുള്ളത്. പ്രയാസങ്ങളെ നമ്മൾ ഓർക്കും, സൗകര്യങ്ങളെ ഓർക്കൂല. സൗകര്യങ്ങളെ ഓർക്കുമ്പോഴാണ് ദുആ ചെയ്യാൻ കഴിയുക. പ്രയാസങ്ങൾക്ക് മാത്രം ദ്വാരന്നാ പോരാ, സൗകര്യങ്ങൾക്കും ദ്വാരക്കണം എന്നാണ്. പടച്ചോനെ റബ്ബേ, അതായത് നമ്മൾ പരീക്ഷണമായി വിചാരിക്കുന്നത് രോഗത്തെ മാത്രമാണ്. ശരിക്കും പരീക്ഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യവും പരീക്ഷണമാണ്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഉ. ദണ്ണില്ല എന്നുള്ളതും പരീക്ഷണാണ്. അസുഖമുണ്ടായി എന്നത് മാത്രല്ല പരീക്ഷണം. ദണ്ണത്ത് കടന്ന് നമ്മൾ കാല് കേടുന്നു, കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിട്ട് ഭയങ്കര വേദനയാണ്. അപ്പൊ നമുക്ക് തന്നെ തോന്നും, പടച്ചോനെ എന്തിനാണ് ഇന്നങ്ങനെ പരീക്ഷിക്കണത് എന്ന് തോന്നും. കാല് കേടുന്നില്ല, കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പില്ല, അത് വേറൊരു പരീക്ഷണാണ്. പക്ഷെ അത് നമുക്ക് പരീക്ഷണമായിട്ട് തോന്നൂല. ഇതെല്ലാം നമ്മുടെ ദുആയിൽ പ്രതിഫലിക്കും. അല്ലാഹുവേ പടച്ചോനെ, റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല അല്ലാഹ് ദ്വാരക്കും. നമ്മള് എന്താ പറഞ്ഞത്? അല്ലാഹുവേ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ലേ അല്ലാഹ്. അപ്പൊ പടച്ചോന്റെ പണി ഇപ്പൊ എന്താ? റോട്ടുമിട്ടിട്ട് ഇങ്ങനെ അരക്കുക. ഇങ്ങനെയൊക്കെ ഓരോ വിചാരം. ഇതൊക്കെ നമ്മൾ ദുആയിൽ വരുന്ന ഓരോ സാധന. മലയാളത്തിലെ ദുആയിൽ വരും ഇങ്ങനത്തെ ഓരോ സാധനങ്ങള്. അള്ളാന്റെ പണി റോട്ടുമിട്ടിട്ട് അരക്കലല്ല, അത് വേറെ വണ്ടി വരുന്നത് നോക്കാതെ കയറിയതാണ് കൂടുവയ്യുന്ന്. അത് പടച്ചോ അരച്ചോ എന്നല്ല, അത് പോയിങ്ങാണ്ടാണ് അരഞ്ഞതാണ്. എന്നിട്ട് അതിനും കുറ്റം പടച്ചോന്. പടച്ചോന്റെ പണി എന്താ? അല്ലാഹുവേ റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അതാണ് അള്ളാന്റെ പണി. കാക്കലാണ് അള്ളാന്റെ പണി. ദണ്ണം തരരുത് അല്ലാ, കേട് തരരുത്, ക്യാൻസർ തരരുത്, കുഷ്ഠം തരരുത്, വെള്ളപ്പാണ്ട് തരരുതേ. അള്ളാന്റെ പണി ഇപ്പൊ എന്താ? കുഷ്ഠുണ്ടാക്കി. കുഷ്ഠുണ്ടാക്കുന്നത് എന്താ? അത് എന്റെ മനസ്സ് കേടുന്നതുകൊണ്ട് കുഷ്ഠുണ്ടായതാണ്. മാനസികമായ അസുഖമാണ്. ഇസ്ലാമികമായ അധ്യാപനം അനുസരിച്ച് രക്തരോഗമാണ്. ഭൗതികമായ ശാസ്ത്രവിജ്ഞാനം അനുസരിച്ച് കുഷ്ഠരോഗം എന്ന് പറയുന്നത് രക്തം കേടുവരുന്നതാണ്. അല്ലാതെ അപ്പൊ നമുക്കുണ്ടാവുന്ന വിപത്തുകൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റൂല. സംഗതി അത് പടച്ചോനെ കാരണം, പക്ഷെ ചേർക്കാൻ പാടില്ല. ഇതിപ്പോ നമ്മള് ബൈത്തുല്ലാഹി എന്ന് പറയും. ഈ നിൽക്കുന്നത് ബൈത്തുല്ലാഹി, അള്ളാന്റെ വീട്, പള്ളി അള്ളാഹുവിന്റെ വീടാണെന്ന് നമ്മൾ പറയും. അമ്പലാരതാ? അമ്പലും അള്ളാന്റെ തന്നെയാണ്, പക്ഷെ അള്ളാന്റെ വീട് എന്ന് പറയാൻ പാടില്ല. കാരണം എന്തേ? അത് അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റുന്നതല്ല. നല്ലതാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാ, അല്ലാത്തത് മനുഷ്യരിലേക്ക് ചേർത്തിട്ടാണ് പറയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ. വഇദാ മരിദതു, ഞാൻ രോഗിയാകുമ്പോൾ, ഫഹുവ യശ്ഫീൻ, അല്ലാഹു ശിഫയാക്കുന്നവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തോരുന്നുണ്ട്, ഞാൻ രോഗിയാകുമ്പോൾ അല്ലാഹു ശിഫയാക്കുന്നവനാണ്. അപ്പൊ രോഗിയാകുന്നത് ഞാനാണ്, ശിഫ നൽകുന്നത് അല്ലാഹു ആകുന്നു എന്നർത്ഥം. മോശമായതിനെ നമ്മളിലേക്ക് ചേർക്കുകയും നല്ലതിനെ അള്ളാഹുവിലേക്ക് ചേർക്കുകയും ചെയ്യണം എന്നത് ദുആന്റെ പ്രധാനപ്പെട്ട ഒരു അദബാണ്.